എല്ലാവർക്കും സ്നേഹവന്ദനം. ആത്മീയകുളത്തിൽ ക്രൈസ്തവ സഭയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായ വിഷയം ഫാദർ ജോസ് കുഴിക്കണ്ണിൽ എന്ന് പറയുന്ന അച്ഛൻ സൂയിസൈഡ് ചെയ്തു, തൂങ്ങി മരിച്ചു എന്നുള്ള വാർത്തയാണ്. നമുക്കറിയാം, ഇത് ഒരുപാട് പുരോഹിതന്മാർ സഭകളിൽ മരിച്ചിട്ടുണ്ട്. ഒത്തിരി കന്യാസ്ത്രീകൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ആത്മഹത്യയൊന്നും പരിഹാരമൊന്നുമല്ല എന്നാലും പറയുകയാണ്. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായി കാണുന്നുവെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് സഹായിക്കണം, പിന്നെ അതുപോലെ ഷെയർ ചെയ്യണം. ഓക്കെ, കാര്യത്തിൽ വരട്ടെ. ഈ ജോസ് അച്ഛൻ സൂയിസൈഡ് വാർത്ത പലരും പല അഭിപ്രായത്തിലാണ് പുറത്തുവിടുന്നത്. മഠത്തിനെതിരെയുള്ള അധിക്ഷേപങ്ങൾ പുറപ്പെടുവിക്കുന്നുണ്ട്. പുരോഹിതന്മാർക്കെതിരെ വ്യക്തിഹത്യപരമായ രീതിയിൽ അവർ വാക്കുകൾ കൊണ്ട് അധിക്ഷേപിച്ച് ഭയങ്കര നീചമായി അവർ സംസാരിക്കുന്നുണ്ട്. അച്ഛനൊന്നും അറിയുന്നില്ല, അച്ഛൻ ഇവിടെ ആത്മഹത്യ ചെയ്തു, അച്ഛൻ ഈ ലോകം വിട്ടു പോയി. പക്ഷേ സത്യാവസ്ഥ ഇവിടെ പറയുന്ന വാർത്തകൾ കേൾക്കുന്ന മിക്ക വാർത്ത സത്യമല്ല. അവിടെ സത്യത്തിൽ അച്ഛൻ മരിക്കാനുള്ള കാരണം, സൂയിസൈഡ് ചെയ്യാനുള്ള കാര്യം, അച്ഛൻ ഒരു രോഗത്തിനടിമയായിരുന്നു. കിരണ്യ എന്ന് പറയുന്ന രോഗത്തെ പിടിക്കപ്പെട്ട് ഓപ്പറേഷൻ കഴിഞ്ഞുവെങ്കിലും ഭയങ്കരമായി വേദന ഈ ജോസ് അച്ഛൻ ഒത്തിരി നാളുകളാൽ വ്യക്തിപരമായി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അച്ഛൻ. അത് സാധാരണ കിരണ്യ രോഗം വന്നു കഴിഞ്ഞാൽ, ഓപ്പറേഷൻ കഴിഞ്ഞാൽ അത് ഒരു പരിമിതി വരെ 99% അത് ഭേദമാകാറാണ് പതിവ്. പക്ഷെ അച്ഛന് ഈ രോഗം ഉണ്ടാകുന്ന സമയത്ത് തന്നെ ഭയങ്കര വേദനിക്കുകയും ശാരീരികമായും ഈ അസുഖം മാനസികമായും ഒത്തിരി തന്നെ ദുഃഖിപ്പിക്കുകയും തളർത്തുകയും ചെയ്തു രോഗം. ഈ അച്ഛനെ പറ്റി അറിയാം. എല്ലാവർക്കും ആത്മഹത്യ ചെയ്യാനുള്ളൊരു പ്രശ്നമൊന്നുമല്ല. കാര്യം ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ള ആര് സംസാരിച്ചാലും അങ്ങോട്ട് ഇടപെടി സംസാരിക്കുകയും ആ ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകത്തക്ക രീതിയിൽ പെരുമാറുകയും സ്വഭാവമുള്ള ഒരു അച്ഛനാണ് ഈ ജോസ് കുഴിക്കണ്ണി അച്ഛൻ. രണ്ടാമത് മരിക്കാനുള്ള കാര്യം, ഈ അച്ഛൻ കുറേ നാളുകളായി വിഷാദ രോഗത്താൽ താൻ ബുദ്ധിമുട്ട് അനുഭവിച്ചു. ഏകാന്തം, നമുക്ക് വിഷാദം എന്ന് പറയാൻ അറിയാമല്ലോ. ഏകാന്തമായി വിഷാദ രോഗത്താൽ താൻ ഒതുക്കപ്പെട്ടിരുന്നു. ഇത് എൻ്റെ അഭിപ്രായമല്ല, വ്യക്തിപരമായി താൻ അറിയാവുന്നുള്ള പലരും വാർത്ത പുറത്തുവിടുകയും അത് സംസാരിക്കുകയും ചെയ്ത വാർത്തയാണിത്. അതുകൊണ്ടാണ് ഈ ക്രൈസ്തവ സഭ സംഭവിച്ചിട്ടും അച്ഛന്മാർ ഇതിനെതിരെ പ്രതികരിക്കുകയോ അല്ലെങ്കിൽ ഒരു കേസ് കൊടുക്കാൻ പോകാത്തതോ ഇതിന് പിന്നാലെ പോകാത്തതിൻ്റെ കാരണം ഇത് ഒരു കൊലപാതകമോ ആര് പ്രേരിപ്പിച്ചു കൊന്നതോ അല്ലെങ്കിൽ ആര് ഒറ്റപ്പെടുത്തിയെന്നുള്ള വാർത്ത വരുന്നു, അങ്ങനെയൊന്നും മരിച്ചതല്ല. ഒന്ന്, അസുഖത്തിന് താൻ കീഴ്പ്പെട്ടു. രണ്ട്, വിഷാദ രോഗത്താൽ ഒത്തിരി നാളുകളായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാനസികമായി ഒറ്റപ്പെട്ടു. കാര്യം വിഷാദം, ഏകാന്തത, ആരും താങ്ങാനില്ല. അച്ഛന്മാരൊക്കെ ആശ്വാസവാക്ക് പറഞ്ഞു കാണും, ഇല്ലയെന്ന് പറയും. പക്ഷെ അതൊന്നും വിഷാദ രോഗമുള്ള എപ്പോഴും ഒരാളടുത്തിരിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് സംഭവിച്ചത്. ഈ അടിമയായതുകൊണ്ട് പെട്ടെന്ന് ഒരു അവസരം കിട്ടി. ഈ വിഷാദരോഗമുള്ള പ്രത്യേകത എപ്പോഴും സൂയിസൈഡ് മെൻറ്റാലിറ്റി എപ്പോഴും ഉണ്ടായിരിക്കും. എപ്പോഴും ആത്മഹത്യ ചെയ്യണം, ഈ ലോകത്തോട് വിട്ടുപോകണം, ഈ ലോകത്തു നിന്ന് മാറ്റപ്പെടണം, ജീവിതം അവസാനിപ്പിക്കണം എന്ന് പറയാൻ ഈ വിഷാദ രോഗത്തിന് അവസാനം കണ്ടെത്തുവാൻ ഇങ്ങനെയുള്ള മനുഷ്യർ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. ഇതെനിക്ക് അല്ലാതെ വ്യക്തിപരമായും വിഷയം എനിക്കറിയാം, സംഭവിച്ച കാര്യങ്ങളറിയുണ്ട്. അപ്പം അങ്ങനെയാണ് വിഷാദ രോഗത്തെ അടിമപ്പെട്ടിരിക്കുമ്പോഴാണ് മരിക്കുന്നത്. രണ്ടാമത്തെ, വിഷാദ രോഗത്തിൽ ഇരിക്കുന്നവർക്ക് ഒറ്റപ്പെടൽ ഭയങ്കര അസ്വസ്ഥതയാണ്. അവർക്ക് ആരെങ്കിലും എപ്പോഴും സപ്പോർട്ടിങ് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ആരെ സംസാരിച്ച് ആ ആറ്റിറ്റ്യൂഡിൽ നിന്ന്, ആ ചിന്ത നിന്ന് മാറ്റി സംസാരിക്കുകയും ഇടപെടുകയും ചെയ്ത് കഴിഞ്ഞാൽ അവരെ ഈ മരിക്കാതെ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ എപ്പോഴും ഒരാൾക്ക് അവരോട് ഇരിക്കാൻ സാധിക്കുകയുമില്ല. അങ്ങനെയാണ് ഈ അച്ഛൻ സൂയിസൈഡ് ചെയ്ത്. അല്ലാതെ ഈ പത്രമാധ്യമങ്ങൾ വരുന്നവർ, യൂട്യൂബുകാർ പലരും വൈറലാകാൻ വേണ്ടിയിട്ടും വാർത്ത കാണാൻ വേണ്ടിയിട്ട് എടുത്ത് കള്ളമാണ് മെനഞ്ഞു വിടുന്നത്. ഈ സഭയ്ക്കെതിരെ, സംഘടനയ്ക്കെതിരെ, പുരോഹിതന്മാർക്കെതിരെ ഒക്കെ. അല്ല. ഒന്ന് രോഗത്തടിമയായിരുന്നു, രണ്ട് മാനസികമായ വിഷാദ രോഗത്താൽ അടിമപ്പെട്ടാണ് പുള്ളി മരണപ്പെട്ടത്, സൂയിസൈഡ് ചെയ്തത്. എന്നിട്ട് ഞാൻ പറയുന്നു, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല, എല്ലാത്തിനും പരിഹാരം യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് സത്യാവസ്ഥ നിങ്ങൾ ലോകം അറിയിക്കണം. നിങ്ങൾ തോന്നുന്നെങ്കിൽ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക. ഗോഡ് ബ്ലെസ് യു.